ഈ ചാപ്റ്ററിൽ നമ്മൾ ഹാച്ച് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. സപ്പോസ് ഞാനൊരു റെക്റ്റാങ്കിൾ കമൻസ് എടുത്തു. അതായത് ഒരു ക്ലോസ്ഡ് ഒബ്ജക്റ്റിന് നമുക്ക് എങ്ങനെ ഹാച്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഞാൻ ഹാച്ച് കമാൻഡിൽ പോയി ഇവിടെ പിക്ക് ഇൻറ്റേർണൽ പോയിന്റ് ചോദിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഹാച്ച് ഇൻറ്റേർണൽ സെലക്ട് ഒബ്ജക്റ്റ് അണ്ടു സെറ്റിങ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. ഫസ്റ്റ് പിക്ക് ഇൻറ്റേർണൽ പോയിന്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കറൻ്റ്ലി നമുക്ക് ഹാച്ച് പാറ്റേൺ ചൂസ് ആയിരിക്കുന്നത് ഇതാണ്. ഞാനിത് കൊടുത്തു. നമുക്ക് വേണ്ട കമൻസ് കാര്യങ്ങളെല്ലാം വേണ്ട പാറ്റേൺസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഫസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തു. ഇൻറ്റേർണൽ പോയിന്റ് ചോദിക്കും. ഞാൻ ഇൻറ്റേർണൽ ക്ലിക്ക് ചെയ്തു. നമ്മൾ കീബോർഡിൽ എൻ്റർ കൊടുക്കാം, ഇല്ലെങ്കിൽ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എൻ്റർ കൊടുക്കാം. വീണ്ടും ഞാൻ ഹാച്ച് ചൂസ് ചെയ്തു. സാൻഡ് എടുത്തു. ഇൻറ്റേർണൽ പോയിന്റ് ചോദിക്കുന്നുണ്ട്. ഇൻറ്റേർണൽ പോയിന്റ് ചൂസ് ചെയ്യാം. ഇതിൻ്റെ അതായത് പുറത്തല്ല, ഒരു ക്ലോസ്ഡ് ഒബ്ജക്റ്റിൻ്റെ ഇൻറ്റേർണലാണ് ചോദിക്കുന്നത്. ഞാനവിടെ ക്ലിക്ക് ചെയ്തു. സെൻറ്റർ എവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻറ്റേർണൽ ക്ലിക്ക് ചെയ്തു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, എൻ്റർ കൊടുത്തു. ഇനി വീണ്ടും ഞാനത് ഹാച്ച് എടുത്തു. ഹാച്ച് പിക്ക് ഇൻറ്റേർണൽ പോയിൻ്റ് ആണ് ചോദിക്കുന്നത്. ഞാനത് മാറ്റിയിട്ട് ഇവിടെ സെലക്ട് ഒബ്ജക്ട്സ് അണ്ടു സെറ്റിങ്സ് ഉണ്ട്. സെലക്റ്റിൻ്റെ എസ് ബ്ലൂ കളർ കാണുന്നുണ്ട്. അതായത് ആ കമൻറ്റ് നമ്മൾ കീബോർഡിൽ എൻ്റർ ചെയ്താൽ എസ് എന്ന് മാത്രം എൻ്റർ ചെയ്താൽ സെലക്ട് ഒബ്ജക്റ്റ് ദെൻ എൻ്റർ. നമ്മൾ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എലിപ്സ് ആയാലും ഹാച്ച് ആയാലും അതൊക്കെ ക്ലോസ്ഡ് ഒബ്ജക്റ്റാണ്. അതിനെല്ലാം നമുക്ക് ഒരു കമൻറ്റ് കൂടെ സെലക്ട് ഒബ്ജക്റ്റ് കൊടുത്തു, എൻ്റർ കൊടുത്തു. ഇതാണ് ഹാച്ച്. നമുക്ക് ഈ ഒരു കമൻസിൽ വന്നിട്ട് നമുക്ക് ഗ്രേഡിയൻ്റ് ഉണ്ട്, ബൗണ്ടറി ഉണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഗ്രേഡിയൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഹാച്ച് എടുത്തു, സെലക്ട് ഒബ്ജക്റ്റ് കൊടുത്തു. അതുപോലെ നമുക്ക് ഒരുപാട് ഇവിടെ കാണാൻ കഴിയുന്നതാണ് പാറ്റേൺ, ഗ്ലോസ്, കർവ്. ഇതെന്ന് പറയുന്നത് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. നമുക്കങ്ങനെ ഈ ഗ്രേഡിയൻ്റ് എടുത്തെങ്കിൽ രണ്ട് കളറുകൾ നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ വേണ്ട കളറുകൾ നമുക്ക് മാറ്റി കൊടുക്കാം. എനിക്ക് ഈ സൈഡ് ഇപ്പോൾ റെഡ് ബ്ലൂ മതി എന്നുണ്ടെങ്കിൽ ബ്ലൂ കൊടുക്കുക. ഈ യെല്ലോ മാറ്റിയിട്ട് എനിക്ക് റെഡ് മതിയെങ്കിൽ റെഡ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് ഗ്രേഡിയൻറ്റ്. ഇതിന് നമുക്ക് ഇതിൻ്റെ സൈസ് തന്നെ മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണാം ദൂരെയായിട്ട് കിടക്കുന്നതാണ്. നമ്മൾ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതെങ്ങനെയാണെന്നുള്ളത് പറയുന്നതാണ്. എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ സർക്കിൾ എടുത്തു, റെക്റ്റാങ്കിൾ എടുത്തു, ഈ ഹാച്ച് എടുത്തു. ഇത് തന്നെ സപ്പോസ് ഞാനിപ്പോൾ ബ്രേക്ക് സിമ്പിൾ കൊടുത്തു, സെലക്ട് ഒബ്ജക്റ്റ് കൊടുത്തു. ഇവിടെ തന്നെ കാണാൻ കഴിയുന്നതാണ് 1 പോയിന്റ്. നമുക്ക് ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മാനുവലി എൻ്റർ ചെയ്ത് കൊടുക്കുക. 0.8 ക്ലിക്ക് ചെയ്തു, സെലക്ട് ഒബ്ജക്റ്റ്. ഇവ കണ്ടോ, അടുത്തടുത്തായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഞാനത് വേണ്ട, എനിക്കത് വേണ്ടത് കുറച്ച് ഗ്യാപ്പിൽ വേണമെങ്കിൽ ഇവിടെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് സപ്പോസ് ഒരു 5 എന്ന് കൊടുത്തു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ വരുന്നത് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, എൻ്റർ ചെയ്യുന്നു. അങ്ങനെ ഒരു കമൻറ്റും നമുക്കിവിടെ ഹാച്ചിൽ മാറ്റി കൊടുക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതോറും നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് എക്സ്പെർട്ട് ആവുകയും ചെയ്യും. എന്താണ് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഇതിന് താഴെ കമൻസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഹാച്ച് കമൻറ്റ് എന്ന് പറയുന്നത്.